അതിനിടയ്ക്ക് കോൺഗ്രസ് വേറൊരു തിയറിയായിട്ട് വന്നു. സോണിയാഗാന്ധി അസുഖബാധിതയാണ്. അസുഖബാധിതയായ സോണിയാഗാന്ധി മരുന്നിനോടൊപ്പം തന്നെ വിശ്വാസത്തെ മുറുകെ പിടിക്കുന്നുണ്ട്. ഒരു വിദ്വാൻ പറഞ്ഞത് താൻ പാതി ദൈവം പാതിയാണ്. അപ്പോൾ രണ്ടാമത്തെ പാതിക്ക് വേണ്ടിയിട്ട് ആണ് ഈ പൂജിച്ച ചരണമായിട്ട് നമ്മുടെ പോറ്റി വന്നതെന്നുള്ളതാണ്. സോണിയാഗാന്ധി അയ്യപ്പ ഭക്തിയാണെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അയ്യപ്പ ഭക്തിയാണെങ്കിൽ എന്തുകൊണ്ട് സോണിയാഗാന്ധി യഥാർത്ഥത്തിൽ ശബരിമല സന്ദർശിക്കുന്നില്ല? അവർക്ക് സന്ദർശിക്കാമല്ലോ. അവർ ഇപ്പോൾ ശബരിമല സന്ദർശിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രായ ഗ്രൂപ്പിൽ പെടുന്ന ആളാണല്ലോ. എന്തുകൊണ്ട് അവർ വന്നിട്ടില്ല? പിന്നെ അഥവാ ഇനി സന്ദർശിച്ചില്ലെങ്കിൽ അയ്യപ്പ ഭക്തിയാണെന്ന് വിചാരിച്ചാൽ തന്നെ ഈ പോറ്റിയെ ഈ അയ്യപ്പൻ്റെ പ്രതിപുരുഷനാക്കിയത് ആരാണ്? പോറ്റിയാണ് അയ്യപ്പൻ്റെ പ്രതിപുരുഷൻ എന്ന് ആര് പറഞ്ഞു കൊടുത്തു? സോണിയാഗാന്ധിക്ക് സ്വന്തമായിട്ട് എന്തായാലും അറിയാൻ സാധ്യതയില്ലല്ലോ. അപ്പം നിരവധി ചോദ്യങ്ങൾ യഥാർത്ഥത്തിൽ അടൂർ പ്രകാശ് ഈ മണ്ടത്തരം വിളമ്പുന്നുകൊണ്ട് അദ്ദേഹം ആകെ വിഭ്രാന്തിയിലാണ്. അത് ജൽപ്പനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് ഇപ്പോൾ അഥവാ നിങ്ങൾ ചോദിക്കുകയാണ് എനിക്ക് പോറ്റി അറിയുമെന്ന് ചോദിച്ചാൽ, എനിക്ക് പോറ്റിയെ അറിയില്ല. പക്ഷെ പോറ്റിയെ പേറിയ അടൂർ പ്രകാശിനെ അറിയാം നന്നായിട്ട്. അതിന് തർക്കമൊന്നുമില്ല. അടൂർ പ്രകാശ് നന്നായിട്ട് അറിയാം. ഇനി അഥവാ ഞാൻ പോറ്റി എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ, വല്ല വിമാനത്തിൽ വെച്ച് വല്ല കണ്ടിട്ടുണ്ടെങ്കിൽ അത് അടൂർ പ്രകാശ് പരിചയപ്പെടുത്താനാണ് സാധ്യമുള്ളൂ. എന്നുവെച്ചാൽ അല്ലാതെ എനിക്ക് പോറ്റിയായിട്ട് വന്നില്ല. പിന്നെ മൂപ്പർ വേറൊരു കാര്യം പറഞ്ഞു വെച്ചാൽ പോറ്റി ചെയ്ത ഫോൺ കോളുകൾ ഉണ്ടെന്നുള്ളത്. അപ്പോൾ പോറ്റി ജയിലിൽ പോകുന്നതിന് മുമ്പ് മൂപ്പറയാണ് ഫോൺ ഏൽപ്പിച്ചിട്ട് പോയിരിക്കുന്നത്. സാധാരണക്കാരനായിട്ടുള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനല്ലാത്ത അടൂർ പ്രകാശിന് ഇങ്ങനെ ഒരാളുടെ കോളർ ഐ ഡി കിട്ടി? അല്ലെങ്കിൽ പോറ്റി അടൂർ പ്രകാശ് എൻ്റെ ഫോൺ സുരക്ഷിതമായിട്ട് നിങ്ങളുടെ അടുത്ത് വെച്ചോ, ഞാനൊന്ന് ജയിലിൽ പോയിട്ട് തിരിച്ചു വരട്ടെ എന്ന് പറഞ്ഞ് ഫോൺ ഏൽപ്പിച്ച് ആ ഫോൺ ഇങ്ങനെ അടൂർ പ്രകാശ് പരതി കണ്ടുപിടിച്ചതാകാനല്ലേ സാധ്യതയുള്ളൂ. അതുകൊണ്ട് എനിക്കൊറ്റ ഉപദേശമുള്ളൂ. അദ്ദേഹം ഇപ്പോൾ കേവലം അടൂർ പ്രകാശ് അല്ല, അദ്ദേഹം UDFൻ്റെ കൺവീനറാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയെയും അദ്ദേഹത്തിൻ്റെ പാർട്ടി നേതൃത്വത്തെയും അദ്ദേഹത്തെ തന്നെയും ഈ അബദ്ധത്തിൻ്റെ പടുകുഴിയിലേക്ക് വലിച്ചഴക്കരുതെന്നുള്ള ഒരു വിനീതമായിട്ടുള്ള അഭ്യർത്ഥന മാത്രമാണുള്ളത്. ഞാൻ അദ്ദേഹത്തിനെതിരെ ചില ചോദ്യങ്ങൾ ചോദിച്ചു എന്നുള്ള കാര്യത്തിൽ എന്നാൽ ഒരു ഉണ്ടയില്ല വെടി ജോൺ ബ്രിട്ടാസിനെതിരെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചെങ്കിൽ അങ്ങനത്തെ ഒരു കൗതുകമാണ് അദ്ദേഹത്തിനുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ മറിച്ച് വസ്തുതാപരമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിമിഷം സിവിലും ക്രിമിനലായിട്ട് അദ്ദേഹത്തിനെതിരെ ഞാൻ നടപടി എടുക്കും. ഉറപ്പല്ലായിരുന്നു സംശയിക്കുന്നത്.